നിങ്ങളിപ്പോ ഒരുപാട് ക്ലബിലും പല ആക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളെ തന്നെ പല ഏജുള്ളവരും ഒക്കെ ഉണ്ടാവും. തീർച്ചയായും. അവര് ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഇതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് മിക്സ്ഡ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ചെറിയ പ്രായം മുതലുള്ള ആൾ മുതൽ 10-60 വയസ്സ് വരെ ആൾക്കാരുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതായത് 3 തരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. ഒരു ഗ്രൂപ്പ് അവര് സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ അപകടം പിടിച്ചൊരു സംഗതിയായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ ഒരു പറയുകയാണെങ്കിൽ ഒരു ക്വിക്ക് മണീന്റെ പിന്നിൽ അതൊരു ക്വിക്ക് മണി ആണെന്നുള്ള ചിന്ത ഉള്ള ആൾക്കാർ. തേർഡ് ഇത് പറയുകയാണെങ്കിൽ അവര് വളരെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടേം, പിന്നെ അവർക്ക് എപ്പോൾ എക്സിറ്റ് ചെയ്യണം, എപ്പം എൻറ്റർ ചെയ്യണം എന്നൊക്കെ വളരെ ബോധ്യമുള്ള കുറച്ച് ആളുകളും എൻ്റെ പരിചയത്തിലുണ്ട്. നമുക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 അതെ നമുക്ക് ഈ തേർഡിലേക്ക് അലൈൻ ചെയ്ത് കൊണ്ടുവരാം. തീർച്ചയായിട്ടും. അതായത് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ളത്, അതെ, അതിന് നമ്മളെ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിനും എങ്ങനെ ഇത് ബെനിഫിറ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കി എന്നിട്ട് അവർ ഇൻവെസ്റ്റർ ആക്കി മാറ്റാം.